സ്നേഹമുള്ളവരെ, ഇതാണ് കണ്ടകാരച്ചുണ്ട. പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ കണ്ടകാരച്ചുണ്ടയുടെ പ്രത്യേകത കണ്ടോ, ഇത് മഞ്ഞ കളറിൽ കിടക്കുന്നത് അതിൻ്റെ പഴുത്ത കായാണ്. ഇത് കണ്ടോ, ഈ വെള്ള കളറിൽ കിടക്കുന്നതാണ് പിഞ്ച് കാ. നമ്മുടെ ഈ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ കണ്ടകാരച്ചുണ്ടയുടെ ഈ പിഞ്ച് കാ പറിച്ച് തോരൻ വയ്ക്കും. അതിനുവെച്ചാൽ പ്രത്യേകിച്ചും ഈ കുഞ്ഞു പിള്ളേർക്കൊക്കെ വലിയവർക്കൊക്കെ വയറുകൾ ചാടി വരുമ്പോൾ വയർ ഒതുങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു മരുന്നായിരുന്നു ഈ കണ്ടകാരച്ചുണ്ടയുടെ ഈ കായും പഴമൊക്കെ. അതിൻ്റെ പ്രത്യേകിച്ച് കണ്ടകാരച്ചുണ്ടയുടെ ഇലയുടെ മുകളിലാണ് മുള്ളുള്ളത്. നല്ല രസമല്ലേ ഇതിൻ്റെ കണ്ടകാരച്ചുണ്ട കാ കണ്ടോ. ഇതിൻ്റെ പ്രത്യേകിച്ച് കണ്ടകാരച്ചുണ്ടയുടെ പ്രത്യേകിച്ച് പിഞ്ച് കാ പറിച്ച് തോരൻ വെക്കുവാണെങ്കിൽ ഈ ഊത്തവയറെന്ന് പറഞ്ഞ വയറുണ്ടാവും. ആ വയർ ഒതുങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നല്ല മരുന്നാണ്. കണ്ടകാരത്തിൻ്റെ പിഞ്ച് കായാണ് തോരൻ വെക്കാൻ കൊള്ളുകയുള്ളൂ. അതിൻ്റെ മൂത്ത കാ കൊള്ളത്തില്ല. മൂത്ത കായുടെ ആഹം ഞാൻ കാണിച്ചു തരാം. അതുണ്ടോ, ഇതാണ് പോലെ ഇരിക്കും. ആഹം ഇതുപോലെ ഇരിക്കും. ഇത് നല്ലൊരു അപൂർവ നല്ല ഔഷധമുള്ള മരുന്നാണ്. ഇതിൻ്റെ വേര് കഷായത്തിനും ലേഖ്യത്തിനൊക്കെ എടുക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ പുതിയ മരുന്ന് വീഡിയോ ആയിട്ട് വരുന്നതാണ്. നമുക്ക് കണ്ടകാരച്ചുണ്ടയുടെ ഈ പിഞ്ച് കാകൾ തോരൻ വയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. നമ്മൾ കത്രിക്കായുടെ ടേസ്റ്റാണ്. ഇത് നല്ലതാണ്. ഇത് കാടുകളിലും ഈ വെയിൽ സീഡിലൊക്കെ മുളയ്ക്കുന്നതാണ്. നല്ലൊരു മരുന്നല്ലേ. ഓക്കെ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഈ കണ്ടകാരച്ചുണ്ടയുടെ വേര് ലേഹ്യത്തിനും കഷായത്തിനും എടുക്കുമെന്ന് പറഞ്ഞാൽ അത് ഒത്തിരി ലേഹ്യത്തിന് ചേർക്കുമ്പം അത് ഒത്തിരി മരുന്നുകൾ ചേർത്താണ് ലേഹ്യം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു തന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കണ്ടകാരച്ചുണ്ട കാണുവാണെങ്കിൽ നിങ്ങളതിൽ പിഞ്ച് കാ പറിച്ച് തോരൻ വയ്ക്കാൻ നല്ലതാണ്. നല്ല ടേസ്റ്റ്. തീരെ പിഞ്ചായിരിക്കണം. ഒരുമാതിരി മൂത്ത കാ കൊള്ളത്തില്ല. ഓക്കെ, ലൈക്ക് ചെയ്തേക്കണേ.